ഹായ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സ് പഠിക്കണോ? എങ്കിൽ ഇന്നു മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് പഠിക്കാൻ കഴിയും. ഞാനിതിലൂടെ നിങ്ങളെ ആദ്യം പഠിപ്പിക്കുന്നത് മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന മുഴുവൻ തിയറി ആയിട്ടുള്ള വിഷയങ്ങളുമാണ് ഫസ്റ്റ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ തിയറി കഴിഞ്ഞതിന് ശേഷം പ്രാക്ടിക്കൽ കാണിച്ചു തരും. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രാക്ടിക്കൽ ഒരിക്കലും വീഡിയോ നോക്കി ചെയ്താൽ ശരിയാവില്ല എന്നറിയാം. പിന്നെ എന്താണ് ഓപ്ഷൻ? ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോ ക്ലാസ്സുകളും കൃത്യമായി പഠിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഒരു എക്സാം നിങ്ങൾ എഴുതുകയാണെങ്കിൽ ബാക്കി വരുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് വളരെ ചെറിയൊരു ഫീ മാത്രം മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കാനും ശേഷം ട്രെയിനിങ്ങിനും പ്ലേസ്മെൻറ്റിന് പോകാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരം മറ്റെവിടെയും നിങ്ങൾക്ക് കിട്ടില്ല. ഈ ഒരു യൂട്യൂബ് ചാനലിൽ മാത്രമേ ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ക്ലാസ്സുകളും കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ആദ്യം ഞാൻ പറയാം, മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ഇലക്ട്രോണിക്സ്, ബേസിക് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സിൻ്റെ വൻ വിശാലമായ സംഗതിയല്ല, ബേസിക് ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ പഠിക്കുക. അതായത് ഒരു മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യാൻ വേണ്ട ഇലക്ട്രോണിക്സ് ഇത് നമ്മൾ ആദ്യം പഠിപ്പിക്കും. അതിനുശേഷം മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ സെക്ഷനുകളെക്കുറിച്ച് നമ്മൾ പഠിക്കും. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരുപാട് സെക്ഷനുകൾ അതിനുള്ളിലുണ്ട്. സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നെറ്റ്വർക്ക് സെക്ഷന്, പവർ സെക്ഷന്, ചാർജിങ് സെക്ഷന് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഓരോ സെക്ഷനുകളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അതിനുശേഷം ഈ ഓരോ സെക്ഷനിലും വരുന്ന ഓരോരോ കമ്പോണൻറ്റുകൾ എന്തിനുള്ളതാണ്, എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് നമ്മൾ പഠിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൊബൈൽ ഫോൺ റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു പ്രാക്ടിക്കൽ മാത്രം അടങ്ങുന്ന ഒരു ക്ലാസ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു കോഴ്സ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മൊബൈൽ ഫോൺ റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ തിയറിയും പ്രാക്ടിക്കലും ഒരുമിച്ച് പഠിക്കേണ്ട ഒരു കോഴ്സാണ്. അതിൽ വരുന്ന തിയറിയാണ് നമ്മൾ ഇതിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷം മാത്രമേ ഒരു പ്രാക്ടിക്കൽ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു കസ്റ്റമർ ഒരു ഫോണുമായി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൊരു കംപ്ലൈൻറ്റ് ആ കസ്റ്റമർ പറഞ്ഞാൽ അത് എവിടെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്, ഇനി ആ പ്രശ്നം വരുമോ, ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയും, ഈ കാര്യങ്ങൾ നമുക്ക് ആ കിട്ടുന്ന ഫോണിൽ ചെയ്യാൻ കഴിയണമെങ്കിൽ ഇതിൻ്റെ തിയറി പൂർണ്ണമായി നമ്മൾ പഠിച്ചിരിക്കണം. തിയറി അറിയാത്ത ഒരാൾക്കും ഒരു മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യാൻ കഴിയില്ല. എന്നാൽ തിയറി ആവശ്യമില്ലാത്ത കുറേ ഭാഗങ്ങളും വരുന്നുണ്ട്. ഒരു ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ തിയറി അറിയണം എന്നില്ല, ഒരു സ്പീക്കർ ചേഞ്ച് ചെയ്യാൻ തിയറി അറിയണം എന്നില്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും കസ്റ്റമർ ജസ്റ്റ് ഒരു ഡിസ്പ്ലേ മാറാനോ ഒരു മൈക്ക് മാറാനോ സ്പീക്കർ മാറാനോ അല്ല നമ്മളെ സമീപിക്കുക. ഒരു ഫോണിൽ എന്ത് കംപ്ലൈൻറ്റും ഉണ്ടാവാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ വന്ന് ഒരു ഡിസ്പ്ലേ വർക്ക് ചെയ്യാത്ത കംപ്ലൈൻറ്റുമായി വന്ന് നമ്മൾ സാധാരണ അതിൽ വേറൊരു ഡിസ്പ്ലേ കണക്ട് ചെയ്ത് നോക്കും. ആ ഡിസ്പ്ലേ വർക്കിംഗ് ആണെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആ ഡിസ്പ്ലേയുടെ എമൗണ്ട് വാങ്ങി ആ ഫോൺ കസ്റ്റമർക്ക് സർവീസ് ചെയ്ത് കൊടുക്കും. എന്നാൽ നിങ്ങൾ ഇതേ കണ്ടീഷനിൽ തന്നെ മറ്റൊരു ഡിസ്പ്ലേ ഇട്ട് നോക്കിയപ്പോൾ ആ ഡിസ്പ്ലേയിലും അത് വർക്ക് ചെയ്യുന്നില്ല. ഈ കേസിൽ നിങ്ങൾക്ക് അത് റിട്ടേൺ കൊടുക്കാനേ കഴിയുള്ളൂ ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ, തിയറി അറിയില്ല എങ്കിൽ. അവിടെ തിയറി അറിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് രണ്ടാമതൊരു ഡിസ്പ്ലേ ഇട്ടപ്പോൾ ആ ഡിസ്പ്ലേ വർക്ക് ചെയ്യാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാനും കഴിയണമെങ്കിൽ അവിടെയാണ് തിയറിയുടെ പ്രാധാന്യം വരുന്നത്. തിയറി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ക്ലാസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകാൻ പോകുന്നത്. ഈ തിയറി നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് എക്സാം എഴുതി അതിലൊരു നിശ്ചിത മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞാൽ വലിയ തുക കൊടുത്ത് ഇവിടെ പഠിക്കേണ്ട ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെറിയൊരു തുക മുടക്കിക്കൊണ്ട് ഇതിൻ്റെ ബാക്കി പ്രാക്ടിക്കൽ വശങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും. പിന്നെ ഈ ഓൺലൈൻ ക്ലാസ് ഉപകാരപ്പെടുന്ന മറ്റു ചില ആളുകളുണ്ട്. അവരാണ് +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, ഡിപ്ലോമ കഴിഞ്ഞ് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സ് എടുക്കാൻ പോകുന്ന ആളുകൾ.
അവരെ സംബന്ധിച്ച് പലരും ഈ ഒരു കോഴ്സ് വെറും പ്രാക്ടിക്കലാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളിലും പോയി ജോലി പെട്ടെന്ന് കിട്ടുമെന്നല്ലോ എന്ന പ്രതീക്ഷയിൽ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന തിയറിയായി പഠിക്കേണ്ട കാര്യങ്ങൾ വരുന്നത്. ഈ തിയറിറ്റിക്കലായി വരുന്ന കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഈ തിയറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു സംഗതി അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മേഖലയിലേക്ക് വരാതിരിക്കുക. അല്ല, ഇതൊക്കെ പഠിക്കാനും നമ്മൾ ഈ ക്ലാസ്സിൽ ഓരോ സംഗതികൾ, ഓരോ കമ്പോണൻറ്റിൻ്റെ വർക്കിങ്ങുകൾ പറയുമ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ മറ്റു സ്രോതസ്സുകൾ, യൂട്യൂബ് അല്ലെങ്കിൽ മറ്റ് ചാറ്റ് GPT, ജെമിനി തുടങ്ങിയുള്ള സ്രോതസ്സുകൾ വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുമുള്ള ഒരു താല്പര്യം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ മുന്നോട്ട് പോകാം. അല്ലാത്തവർ ഈ മേഖലയിലേക്ക് വരാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആമുഖം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. നാളെ മുതൽ നമ്മളിതിൻ്റെ ഓരോ ക്ലാസ്സുകളായിട്ട് തുടങ്ങും. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ പരമാവധി കമൻറ്റിലൂടെ ചോദിക്കുക. ഞാനതിന് കമൻറ്റിലൂടെ തന്നെ മറുപടി നൽകുന്നതായിരിക്കും. ഇപ്പോൾ കമൻറ്റിലൂടെ മാത്രമാണ് മറുപടി തരാൻ കഴിയുള്ളൂ. വാട്സാപ്പിൽ ഇപ്പോൾ നിങ്ങൾ ചോദിക്കരുത്. കാരണം വാട്സാപ്പിൽ ഓൾറെഡി ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ റീപ്ലൈ തരാൻ കഴിയണമെന്നില്ല. അപ്പോൾ പരമാവധി നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചോ, കമൻറ്റിലൂടെ തന്നെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ളവർ എന്ന് മാത്രമല്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെയൊക്കെ കയ്യിൽ 1-2 ഫോണുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫോണിലും ഒരുവിധം കംപ്ലൈൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നതിന് മുമ്പ് ഇത് ഇന്നതാണ് കംപ്ലൈൻറ്റ് എന്ന് സ്വയം ഒരു വിലയിരുത്തൽ നടത്താനും നിങ്ങൾക്ക് കഴിയും. ഇനി നിങ്ങൾക്ക് ഈ ഒരു മേഖല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഒരുപാട് ആളുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാട്സാപ്പിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇനി നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ഈ മേഖലയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ വരുന്ന എക്യുപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കേണ്ടത്, ഇതിലെങ്ങനെ സക്സസ് ആവാം, നാട്ടിലെങ്ങനെ 40-50 രൂപ സാലറി വാങ്ങിക്കാൻ കഴിയും, എത്രത്തോളം ഗൾഫിൽ സാധ്യതയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യണം, അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാം. ഇവിടെ ഏതൊരാൾക്ക് വേണ്ടിയിട്ടും ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എനി ടൈം നിങ്ങൾക്ക് വരാം. എനിക്ക് നിങ്ങളെ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. നോ പ്രോബ്ലം, യാതൊരു തടസ്സങ്ങളും ഇല്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും ചോദിച്ചോ. നിങ്ങൾ പേരൻസ് ആയിരിക്കാം, സ്റ്റുഡൻസ് ആയിരിക്കാം, ആരും ആയിരിക്കാം. നിങ്ങളുടെ ഈ മേഖലയെ സംബന്ധിച്ചുള്ള എന്ത് കൺഫ്യൂഷൻസും നിങ്ങൾക്ക് ചോദിക്കാം. അതൊക്കെ തീർത്തു തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നാളെ മുതൽ നമ്മൾ ഓരോ ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ വളരെ നല്ല രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിനെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ, ഓക്കെ അല്ലേ? നിങ്ങൾ തയ്യാറല്ലേ? എങ്കിൽ നമുക്ക് നാളെ കാണാം. ഓക്കെ.